ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ പടിയൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണേ. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, 1 മാസത്തോളം ആയില്ലേ. പിന്നെ മലയ്ക്ക് പോയവരൊക്കെ വിളിച്ചോ? ആദർശ് വിളിച്ചോ? ആ രാവിലെ വിളിച്ചായിരുന്നു. കുഴപ്പമില്ലാതെ അങ്ങ് എത്തിയോ? ഇല്ല, ഉച്ചയാകുമ്പോഴേക്കും ദർശനം കഴിയുമെന്ന് അറിയാൻ സാധിച്ചേ എന്നൊക്കെ നയന പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് കനകം പറയുന്നുണ്ട്, എന്തായാലും മലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നല്ലേ. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ വീട്ടിൽ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. 7-ാം മാസം കഴിയുമ്പോഴേക്കും നവ്യ മോളും ഇങ്ങോട്ടേക്ക് എത്തും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാൽ മതി, അതാ ഞങ്ങൾക്ക് സന്തോഷം. നയന പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ അമ്മേ, ഇനി അങ്ങനെയേ ഉള്ളൂ. എൻ്റെ അമ്മായിമ്മ വിളിക്കാതെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് എന്ന് നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതെ ചേച്ചി, അതാണ് നല്ലത്. ചേച്ചിനിട്ട് താറടിക്കുകയും കുത്തുവാക്കുകളും പറയുന്ന അവരുടെ അടുത്തേക്ക് ചേച്ചി ഇനി പോവണ്ട, ഇവിടെ നിന്നാ മതി എന്ന് പറയുന്നുണ്ട്. ഞാൻ പോയെങ്കിൽ ഒരുങ്ങിയിട്ട് വരട്ടെ, അമ്മയും പോയി ഇറങ്ങുന്നു പറഞ്ഞിട്ട് നയനയും കനകവും പോവാണ്. നന്ദുവിനോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ അനിയുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അവന് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാ ഇങ്ങനെ ഓരോരോ പ്രാവശ്യവും അവൻ കാണാൻ വരികയും ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അച്ഛാ, എനിക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അവനോട് എത്ര തവണ പറഞ്ഞു വിലക്കിയതാ. പിന്നെയും അവൻ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാൻ പറ്റും? മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, മോളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം. അത് ഒരു പരിഹാരമാവും എൻ്റെ പൊന്നച്ച. ഇപ്പൊ എല്ലാ പെൺകുട്ടികളും കല്യാണത്തിന് പൂർണ്ണമായിട്ടും വെറുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നേ. അനിയുടെ പേരും പറഞ്ഞ് എന്നെ ആരും വിവാഹം കഴിപ്പിച്ച് അയക്കാൻ നോക്കണ്ട. ഞാൻ കുറച്ചു കാലം കൂടെ മനസ്സമാധാനം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അവിടുന്ന് പോകുന്നുണ്ട്. ഗോവിന്ദനും ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അനാമികയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട്. അല്ല അനി എവിടം വരെ എത്തി മോളെ? ഞാൻ വിളിച്ചില്ല. അതെന്താ മോളെ വിളിക്കാഞ്ഞത്? നിന്റെ ഭർത്താവല്ലേ, അപ്പൊ നീ വിളിച്ചില്ലെങ്കിൽ അതൊരു സംശയമാവില്ലേ? അതുകൊണ്ടൊന്ന് വിളിച്ചു ചോദിക്ക്. എന്നെ കൊണ്ടൊന്ന് വയ്യ വിളിക്കാൻ. വേണം ഞാൻ അഭിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എങ്കിൽ അവനെ ഒന്ന് വിളിക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിയെ വിളിക്കുമ്പോഴേക്കും ഫോണ് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആണ് തമിഴിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തമിഴിൽ പറയുന്നത് കേരളത്തിലല്ലേ ശബരിമല? അതേ മോളെ. പിന്നെ എന്താണെന്ന് ആർക്കറിയാം. അങ്ങനെ ഒന്നും കൂടി വിളിക്കുമ്പോഴേക്കും അത് ബിസി ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബിസി ആണെന്ന് പറയുന്നേ. വിളിച്ചിട്ട് എടുക്കുന്നൊന്നും ഇല്ല. മൊങ്കി മോള് അനി ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വയ്യ അവനെ വിളിക്കാൻ. അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളാ. എന്നെ എങ്ങനെയും ഒഴിവായി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ അവൻ മല ചവിട്ടുന്നേ. പിന്നെ ഞാൻ എന്തിനാ അവനെ വിളിക്കേണ്ട കാര്യം എന്ന് ചോദിക്കാണ്. മോളെ, അതല്ല, മോക്ക് സ്നേഹം ഉണ്ടെന്നേ മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നണ്ടേ? ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെയാ നമ്മൾ വിളിക്കാൻ പറയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് നമുക്ക് സ്നേഹമാണെന്ന് അവരങ്ങ് ധരിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട്. അനാമിക പറയാണ്, അമ്മേ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കായിരുന്നു. അനന്തപുരിലെ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയാകും. അവളുടെ ആ ഡിസൈനിങ്ങും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുപോലെ തന്നെ അനന്തപുരിക്കാരുടെ എന്തെങ്കിലും ഒരു കാര്യം കിட்ட നോക്കിയിരിക്കാൻ മീഡിയക്കാർ അതൊക്കെ വെച്ചിട്ട് അലക്കാനായിട്ട്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ആ കുടുംബത്തിൽ ഒരു ഡിവോഴ്സ് പോലും ഉണ്ടായിട്ടില്ല. അതാ കിളവനും കിളവിയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോ ഇളയ മരുമകളെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഇഷ്യൂ അങ്ങോട്ട് ഉണ്ടാക്കിയാലേ അതങ്ങ് കത്തിക്കയറും. തന്തയും തള്ളയുമേ എന്ത് കോംപ്രമൈസിന് റെഡിയാവും എന്ന് പറയുന്നുണ്ട്. രേവതി പറയണം, മോളെ ഇപ്പൊ മോൾ അതിനെക്കുറിച്ചും ചിന്തിക്കണ്ട. എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടാനുള്ള സ്വത്തുക്കള് വീതിച്ച് മേടിക്കാൻ ആദ്യം ശ്രമിക്കണ്ടേ. അതിന് മോള് എങ്ങനെയെങ്കിലും അനിയെ വശത്താക്കണം. അവന്റെ കുഞ്ഞിനെ മോള് സ്വീകരിച്ചാണ്ടല്ലോ പിന്നെ ആർക്കും മോളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചെടുക്കാനും പറ്റും. മോളൊന്ന് ആലോചിച്ച് നോക്കി, ആ സ്വത്തിന്റെ ഒരു അംശം കിട്ടിയാൽ പോലും നമ്മുടെ ലൈഫ് പിന്നെ സെറ്റിലാ മോളെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മോള് അവനെ സ്നേഹിക്കുന്ന പോലെ ഒന്ന് അഭിനയിക്കും എങ്ങനെ ചെയ്യുക എന്നൊക്കെ രേവതി അനാമികയോട് പറഞ്ഞു കൊടുക്കാണ്. പിന്നീട് കാണിക്കുന്നത് നയനയും കനവും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ വെച്ച് ദർശനം ലംഘിച്ച് പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും. നയന പ്രാർത്ഥിക്കുന്നുണ്ട്, പോയവർക്കാർക്കും ഒരു അപകടം വരുത്തത്, എൻ്റെ അമ്മായിമ്മ എന്നെ സ്നേഹിക്കണമെന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് പൂജാരൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി, കുറച്ച് നാൾ ആയാലോ കണ്ടിട്ടെന്ന് ചോദിക്കുമ്പം അത് പിന്നെ സുഖമില്ലായിരുന്നു. അയ്യോ എന്ത് പറ്റി, വിശേഷം വല്ലതും ഉണ്ടെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല, നല്ല പനിയായിരുന്നു. പനിയായിട്ട് ഈ 1 മാസമൊക്കെ വരാതിരിക്കോ? അത് പിന്നെ ഇപ്പോഴത്തെ പനിയല്ലേ തിരുമേനി, കുറെ നാൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയാം, എല്ലാം നല്ലതായിട്ട് വരട്ടെ. കനകം പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ മുത്തശ്ശനും മൂർത്തി സാറും ഭാര്യയും ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി വഴിപാടുകളൊക്കെ കഴിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് വീട്ടിലേക്ക് കയറി വന്ന ഭാഗ്യമാണ് മോളെന്ന. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടാനേ കുറച്ച് പാടാ. ആ കാര്യത്തിൽ മോള് ഭാഗ്യവതിയാ. അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റിയല്ലോ എന്നൊക്കെ പൂജാരി പറയുന്നുണ്ട്.
അങ്ങനെ ഇവർ രണ്ടുപേരും പതിയെ നടന്നിറങ്ങി വരികയാണ്. അപ്പം നയനെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ കനകം ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് കാറിൽ അമ്പലത്തിന്റെ വാതിക്കെ വന്ന് വണ്ടി നിർത്താണ് നയനയും ജലജയും കൂടിയിട്ട്. ജലജ പറയാണ്, അങ്ങോട്ട് നോക്കി എടുത്തി ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അവൾ തന്നെ മുമ്പിൽ നിൽക്കാം. അവൾക്ക് എന്താ അസുഖം? അവളെ പിടിച്ചുകൊണ്ടാണല്ലോ നടത്തുന്നത്. ആർക്കറിയാം, ഇനി അവൾക്കല്ല വിശേഷം കാണുമോ ഏട്ടത്തി? അവനെ വ്രതം തെറ്റിച്ചെന്ന് ആർക്കറിയാം? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എങ്കിലേ അവന്റെ കൊച്ചായിരിക്കില്ല, തള്ള അവള് തന്നെ ആയിരിക്കും, തന്ത വേറെ ഏതെങ്കിലും ആയിരിക്കും. ചേ, നീ എന്തൊക്കെ അമ്പലത്തിൽ എന്നിട്ട് പറയുന്നേ? മിണ്ടാതിരിക്കതേ ജലജയെന്ന് ദേവേനി പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന് പറയാണ്. അങ്ങനെ ജലജ ഇറങ്ങിയിട്ട് ഇവളെ പിടിച്ച് ഇങ്ങനെ താഴോട്ടിറക്കാണ്. ഈ സമയത്ത് നയന അമ്മയെ കാണുന്നുണ്ട്. അമ്മേ എന്നെ പിടിക്കരുത്, ദാ അമ്മയൊക്കെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളെ പിടിക്കാതെ പതിയെ നയന വയറ് പൊത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനിയും അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. അവളുടെ അവശത കണ്ടില്ലേ, വീട്ടിൽ പോയി നിൽക്കുകയല്ലായിരുന്നോ? ആർക്കറിയാം എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞ് ജലജ പറഞ്ഞോണ്ടേ വരുന്നുണ്ട്. അപ്പോഴേക്കും രണ്ടുപേരും കണ്ട മുട്ടുമ്പോഴേക്കും ദേവയാനി ചോദിക്കാണ്, അല്ല ഇവളെ എന്താ പിടിച്ചു നടത്തുന്നത്? ഇവക്ക് എന്താ അവശത? എന്നെപ്പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇവക്ക് ചെറിയൊരു ജലദോഷം, പനി പോലെ. പനിക്ക് ഇങ്ങനെ പിടിച്ചു നടക്കണോ? ഞാൻ പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ കനകം പറയുന്നുണ്ട്. എന്നാ ശരിയെന്നും പറഞ്ഞിട്ട് കനകവും നയനയും കൂടി പോവാണ് കേട്ടോ. ദേവയാനിക്ക് അപ്പൊ എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ആ നടപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ, പനിക്ക് ഇങ്ങനെ കയറേണ്ട കാര്യമുണ്ടോ? എന്തോ സംശയമുണ്ട് ഏട്ടത്തി എനിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മയും അവളെ പോയി കാണുന്നുണ്ട്, നവ്യ പോയി കാണുന്നുണ്ട്, ആനി പോകുന്നുണ്ട്. അതുപോലെ ഇവളെ കൊണ്ടിടയ്ക്ക് ആദർശ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ, എന്തോ തരികടയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവൾക്ക് വല്ല മാറാരോഗമായിരിക്കും, അത് മറച്ചിട്ടായിരിക്കും വിവാഹം കഴിപ്പിച്ച് ഇപ്പം അവർക്കെല്ലാവർക്കും അറിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏടത്തി ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ചുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് കയറാണ്. ഈ സമയത്ത് തിരുമേനോട് ചോദിക്കാണ്, അല്ല അവക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം, ആഹാ മരുമോളെ കണ്ടില്ലേ, ചോദിച്ചൂടായിരുന്നു ചോദിക്കാണ്. ചോദിച്ചായിരുന്നു, കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അറിയില്ല, ഒരു മാസമായി അമ്പലത്തിലേക്ക് വന്നിട്ട് എന്തോ അവശതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പനിയാണെന്നൊക്കെയാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ ദേവയാനിക്കും ചോദിക്കാണ്. നല്ല ആശ്വാസമുണ്ട്, അത് പിന്നെ ഉണ്ടാവാതിരിക്കോ? അച്ഛനും അമ്മയും മൂർത്തിസാറും ഭാര്യയും മകനും ഭർത്താവും ഒക്കെ അതുപോലെ ഒന്ന് കരഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചത്. പിന്നെ മരുമകളുടെ കാര്യം പറയണ്ടല്ലോ, അവര് വന്ന് ഇവിടെ എന്തുമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് തിരുമേനി പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മൃത്യുഞ്ജയ ഹോമം ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് നിങ്ങളുടെ പേർക്കും ആ മരുമകളുടെ പേർക്കും. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതിനാൽ തിരുമേനി അവളുടെ പേർക്ക് നടത്തുന്നേ? ചേച്ചിക്കാണെങ്കിൽ പിന്നെ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാ മരിച്ചു ജീവിച്ചിട്ടാന്ന് ഓർക്കാം, പിന്നെ അവക്ക് എന്തിനാ നടത്തുന്നേ? അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പൂജകളൊക്കെ രണ്ടുപേരുടെ പേരിൽ നടത്താറുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് മിക്കവാറും വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അല്ല മലയ്ക്ക് പോയവരുടെ കാര്യം എന്തായി? രാവിലെ വിളിച്ചിരുന്നു, അവര് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദേവയാനി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശും അവരൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ആദർശ് നയനെ കോളിയാണ്. അല്ല ആദർശിട്ടാ എവിടം വരെ എത്തും ചോദിക്കുമ്പോൾ നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അബി എല്ലാവരോടും ചോദിക്കുമ്പം അബി മാത്രം വഴിയമ്പലത്തിൽ കയറിയിരുന്നു. അതെന്താ? അവന് കാല് മസിൽ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അടവ് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്, അവൾ നടക്കാൻ വയ്യ, അത് തന്നെ കാര്യം. നവ്യ അപ്പോഴേ പറഞ്ഞത് അവൻ വ്രതമൊക്കെ തെറ്റിച്ചായിരുന്നു എന്ന്. പിന്നെ ആദിശേട്ടാ ഒരാളെ ഞാൻ കണ്ടു. ആരെ? അമ്മയും അപ്പച്ചയും കൂടി അമ്പലത്തിലേക്ക് വന്നിരുന്നു. അമ്മ അമ്പലത്തിലേക്ക് വന്നോ? അതെ, അമ്പലത്തിലേക്ക് വന്നപ്പോ ഞാനും കണ്ടു. ഭർത്താവും മോനും ഒക്കെ മലയ്ക്ക് പോകുമ്പോ പിന്നെ വരാതിരിക്കാൻ സാധിക്കോ അമ്മയ്ക്ക്? അതുകൊണ്ട് അമ്മയെ കണ്ടായിരുന്നു. സംസാരിച്ചോ? ചെറുതായിട്ട്. ഇവക്ക് എന്താ പറ്റിയെന്ന് മാത്രം ചോദിച്ചു. പനിയാണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഞാൻ ഒഴിവായി എന്ന് പറയുന്നുണ്ട്. എന്നാ ശരി, ഞങ്ങൾ നടക്കുന്നേ ഉള്ളൂ, ഉച്ചവരെയുമ്പോഴേക്കും ദർശനം കഴിയായിരിക്കും. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് ആദർശ് പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. എന്താടാ പറയുന്നേ? അല്ല നയനയും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോയപ്പോ അമ്മയും അപ്പച്ചി അവിടെ വെച്ച് കണ്ടെന്ന്. ആഹാ, അവള് പോയോ? എനിക്കറിയായിരുന്നു അവൾ ഇന്ന് പോകുന്നു. പതിയെ നടക്കാനൊക്കെ അമ്മയോട് പറഞ്ഞ്. അപ്പോഴേക്കും അമ്മ അമ്പലം വരെ പോവാറായി. ഇനിയിപ്പോ ഒരു മാസം ആയില്ലേടാ, പതിയെ എണീക്കൊക്കെ ചെയ്യാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജയനാണെങ്കിൽ അനിയോട് ചോദിക്കാണ്, അല്ല അനി നിന്റെ ഭാര്യ വിളിച്ചില്ലേ? അവൾ എന്നെ വിളിച്ചൊന്നുമില്ല, അവൾക്ക് എപ്പോഴും അവളുടെ കാര്യം, എൻ്റെ കാര്യങ്ങൾ നടേണ്ട ആവശ്യം അവൾക്കില്ലല്ലോ. അവളെ ഒരു സ്വാർത്ഥതയാ, എപ്പോഴും അവൾക്ക് അങ്ങനെ തന്നെയാ, എല്ലാവരും കൂടി എന്നെ തലയിലാക്കി വെച്ചതല്ലേ എന്ന് പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അങ്ങനെ നീ കരുതണ്ട, നിന്റെയും അവളുടെയും ആദ്യത്തെ പ്രകടനം അടുപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കരുതി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നാ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതിയിട്ടാ ഞങ്ങൾ നടത്തി തന്നേ. തലേദിവസം തന്നെ ഞാൻ പറഞ്ഞില്ല ആദർശം എല്ലാ കാര്യങ്ങളും. എടാ നീ പറഞ്ഞ തലേദിവസം ആയിരുന്നില്ല പറയേണ്ടത്, കുറച്ചും കൂടി മുമ്പേ അറിയിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് ജയൻ പറയുന്നുണ്ട്, അതെ ഇനിയിപ്പം എന്താണ് നിങ്ങൾ ഭാര്യയും ഭർത്താവ് അതനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചു പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ നിന്റെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ മുത്തശ്ശിക്കും മുത്തശ്ശനൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം. അതുകൊണ്ട് ആ കുട്ടിയുടെ സ്വഭാവം മാറുന്ന പ്രതീക്ഷ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി രക്ഷയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നവ്യയുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാലോ. പണ്ട് നവ്യം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ അവൾക്ക് നല്ല മാറ്റമായില്ലേ. അതുപോലെ നിന്റെ ഭാര്യ മാറും. ആ വിശ്വാസത്തില് നിനക്ക് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വീണ്ടും നടത്തം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് നവ്യയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച ഉടനെ എടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവളെ കണ്ടപാടെ നാശം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അവൾ വരികയാണ്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും, എന്താടി അമ്പലത്തിൽ വന്ന് ഈശ്വരന്മാരെ ശല്യപ്പെടുത്താൻ വന്നാണോ? അതെ, നിനക്ക് എന്താ കുഴപ്പം? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ നിന്റെ ഇത് കഴിയട്ടെ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ്, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ എന്നെയും കാത്തു നിൽക്കുന്നേ? അല്ല, ഭർത്താവ് എങ്ങനെയും നിന്റെ കാൽക്കൈ ആയിരിക്കും അല്ലേ പ്രാർത്ഥിച്ചത്? അതെ, എന്റെ ഭർത്താവിനെ സ്നേഹിക്കണം തന്നെയാ പ്രാർത്ഥിച്ചത്. അതിനിപ്പോ നിനക്കെന്താ? നിന്റെ ഒരുത്തി പോയി അവിടെ നിൽപ്പുണ്ടല്ലോ നിന്റെ വീട്ടില്. അല്ല, നിന്റെ എല്ലാം മേടിച്ചെടുക്കാൻ അവളന്മാര് മിടുക്കികളാം. അതുകൊണ്ടാണല്ലോ ആദർശയുടെ വീടൊക്കെ എടുത്തു കൊടുത്തത്. അതേടി, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളും നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാറൊന്നുമില്ലല്ലോ. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാറില്ല, അതൊക്കെ എനിക്കറിയാം. നയനയുടെ ഭർത്താവെ നയനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഓർന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും ഓർന്നൊക്കെ ചെയ്തു കൊടുക്കുന്നതും. അതൊക്കെ നിന്റെ അമ്മയച്ഛനെയൊക്കെ പറഞ്ഞിരുന്ന പ്ലാനിങ് പ്രകാരം നിന്റെ അനിയത്തി നടക്കുന്നതായിരിക്കും. നീയൊക്കെ എത്ര കുത്തുവാക്കൾ കേട്ടാലും അവിടുന്ന് പോവില്ല. കാരണം അഷ്ടയ്ക്ക് വകയില്ലാത്ത കൂട്ടങ്ങളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. നവി ചോദിക്കാണ്, ആരാടി അഷ്ടയ്ക്ക് വകയില്ലാത്തവര്? അതുകൊണ്ടായിരിക്കുമല്ലോ കെട്ടി പിറ്റേ ദിവസം തന്നെ സ്വർണം മുഴുവൻ എടുത്ത് അമ്മയുടെ കയ്യിൽ വിൽക്കാൻ കൊടുത്തിട്ടത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന അനാമികയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.